വാ തുറന്നാൽ ആൾക്കാർ ഇതൊക്കെ പറയുന്നുള്ളൂ. ചൂടാണ്, സഹിക്കാൻ വയ്യ. ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി തന്നെ ബാധിക്കില്ലെന്ന സൂചന നൽകി വിവിധ കാലാവസ്ഥാ മാതൃകകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവ് ഉണ്ടാകില്ലെന്നാണ് രാജ്യത്ത് തന്നെ പ്രമുഖ സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും കർണാടകത്തിലും കാലവർഷത്തിന്റെ ആദ്യഘട്ടം മോശമാകില്ല. കേരളത്തിലെ തീരദേശ ജില്ലകളിലും മഴയുടെ അളവ് കുറയുകയില്ലെന്നും സ്കൈമെറ്റ MD ജതിൻ സിംഗ് പറയുന്നു. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിന്റെ നിലവിൽ ലഭ്യമായ പ്രവചന മാതൃക പ്രകാരവും സംസ്ഥാനത്തെ പല തീരദേശ ജില്ലകളിലും പതിവ് പോലെ ശക്തമായ കാലവർഷം പെയ്തിറങ്ങും. എന്നാൽ മുംബൈയിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ മഴയുടെ അളവ് കുറയാനും വിതരണക്രമം താളം തെറ്റാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്ര താപനിലയുമായി ബന്ധപ്പെട്ട എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റ് മാസത്തോടെ സാന്നിധ്യം അറിയിച്ചേക്കുമെന്നാണ് IMD മേധാവി ഡോക്ടർ M മഹാപത്ര ന്യൂഡൽഹിയിൽ പറഞ്ഞത്. ഇത് മഴയുടെ ശക്തിയും തോതും കുറയ്ക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും സമുദ്ര താപനില മാറി മറിയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന സമുദ്ര താപന ദുരന്ത പ്രതിഭാസം നീരാവി പകർന്ന ഇന്ത്യൻ മൺസൂണിന്റെ രക്ഷയ്ക്ക് എത്തുമെന്ന നേരിയ പ്രതീക്ഷ IMD പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. മാസത്തിൽ ഒരിക്കലെത്തുന്ന ആഗോള അനുപാതി മഴ കോരിച്ചൊഴിയും. ഇത് കേരളത്തിന് മുകളിലൂടെ മൺസൂൺ കാലത്ത് കടന്നുപോകുമെന്നും തന്നെയാണ് പ്രതീക്ഷ. 2015 ശേഷം ഇതാദ്യമായാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂൺ തോത് കുറയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. 1960 ശേഷം 16 തവണ എൽനിനോ പ്രത്യക്ഷമായതിൽ 9 തവണ രാജ്യം കടുത്ത വരൾച്ച നേരിട്ടു. 2002, 2009, 2015 എന്നീ വർഷങ്ങളിലായിരുന്നു ഇത് ഏറ്റവും രൂക്ഷം. യുദ്ധ സാഹചര്യം മൂലം രാസവളങ്ങളുടെ വരവ് കുറഞ്ഞതിന് ഒപ്പം മഴ കുറഞ്ഞത് വരൾച്ചാ സാഹചര്യം സംജാതമാകുകയും ചെയ്തത് രാജ്യത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാണെന്ന് വിദഗ്ധർ പറയുന്നു. വേനൽ ചൂടിൽ മലയോര മേഖല വെന്തുരുകുകയാണ്. മലപ്പുറത്ത് യുവാവിന് സൂര്യാഘാതമേറ്റുവെന്ന വാർത്ത കൂടി വരുന്നു. ടൗണിൽ പോസ്റ്റ് ഓഫീസിന് സമീപം ചോയ്സ് സ്റ്റിക്കർ വർക്ക് ഉടമ കോങ്ങത്ത് നിസാറിനാണ് സൂര്യാഘാതമേറ്റത്. കടയുടെ പുറത്ത് വാഹനത്തിന് സ്റ്റിക്കർ പതിപ്പിക്കുമ്പോഴാണ് സംഭവം. കഴുത്തിന് ചുറ്റിലും കയ്യിലും ചുവന്ന തടിച്ചുകയറി അസഹ്യമായ നീറ്റൽ അനുഭവപ്പെട്ടതോടുകൂടിയാണ് ശ്രദ്ധിച്ചത്. നിസാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 4 പേർക്കാണ് സൂര്യാഘാതം ഏറ്റത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കീഴിലുള്ള പാലേമാട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ താപനില 30°C ആണ്. താപനില 30°C ആണെങ്കിലും അനുഭവപ്പെടുന്ന ചൂട് 50°ക്ക് ഏറെയാണ്. ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങാനാവാത്ത വിധം ചൂട് കഠിനമാണ്. കൊടിയ ചൂടിൽ വാഴത്തോട്ടങ്ങളിൽ വാഴകൾ നിലം പതിക്കുന്നുണ്ട്. കുലച്ച വാഴകളാണ് വീഴുന്നത്. ജലസേചന സൗകര്യം കുറഞ്ഞതോടുകൂടി മറ്റ് കാർഷിക വിളകളും വാടി തുടങ്ങി. വേനൽ മഴ ലഭിക്കുന്നത് വൈകുന്ന സാഹചര്യം ഉണ്ടായാൽ പച്ചക്കറി ഉൾപ്പെടെയുള്ളവയുടെ ഉൽപ്പാദനത്തിൽ 30% വരെ കുറവ് ഉണ്ടാകുമെന്നാണ് കൃഷിവകുപ്പ് അധികൃതർ പറയുന്നത്. ചൂടിന്റെ ആഘാതം വർദ്ധിക്കുന്നതിൽ ഈ നഗരവത്കരണത്തിന് വലിയ പങ്കുണ്ട്. കെട്ടിടങ്ങളുടെയും റോഡിന്റെയും നിർമ്മാണത്തിനായി നാം ഉപയോഗിക്കുന്ന കോൺക്രീറ്റ്, ടാർ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾക്ക് വളരെയധികം ചൂട് സംഭരിച്ചു വെക്കാൻ ശേഷിയുണ്ട്. ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന താപം സമീപ അന്തരീക്ഷത്തെ കൂടുതൽ ചൂടുള്ളതാക്കി മാറ്റുന്നു. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മരങ്ങളും മറ്റും മുറിച്ചു മാറ്റുന്നതും അന്തരീക്ഷ താപം ഉയരുന്നതിന് കാരണമാകും. ഇത്തരത്തിൽ നഗരപ്രദേശത്തെ താപനില ഗ്രാമപ്രദേശങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്ന പ്രതിഭാസമാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ നഗരപ്രദേശമെന്നോ ഗ്രാമപ്രദേശമെന്നോ വലിയ വ്യത്യാസമില്ലാതെയാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിന്റെ 2021-2022 കണക്കുപ്രകാരം പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ 70% ഗ്രാമപ്രദേശത്താണ്. മാത്രവുമല്ല, കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യാ രീതിയിൽ നിന്നും മാറി 92% പുതിയ കെട്ടിടങ്ങളും കോൺക്രീറ്റ് മേൽക്കൂരയും ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ചൂടിനെ പ്രതിരോധിക്കാവുന്ന പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വേണം തയ്യാറാക്കാൻ എന്നുള്ളതാണ്. ആരോഗ്യ മേഖലകളിലെ പ്രത്യാഘാതങ്ങൾ കൂടി പരിശോധിക്കാം. ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. ചൂട് വർദ്ധിക്കുന്നത് മാനുഷിക ഉൽപാദനക്ഷമതയെ ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ പഠനം ചൂണ്ടിക്കാട്ടുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവരെ മാത്രമല്ല അത്യുഷ്ണം ബാധിക്കുന്നത്. അടുക്കളയിൽ പാചകത്തിൽ നിന്നുള്ള ചൂട് സ്ത്രീകൾക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ്. കെട്ടിടങ്ങൾക്കുള്ളിൽ അധികം വായുസഞ്ചാരം ഇല്ലാത്ത ഇടങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരെയും മാനസിക പിരിമുറുക്കമുള്ള ജോലിയിൽ ഏർപ്പെടുന്നവരെയും അത്യുഷ്ണം പല രീതിയിൽ ബാധിക്കുമെന്ന് കേരളത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഹീറ്റ് ആൻഡ് ആക്ഷൻ പ്ലാൻ ചൂണ്ടിക്കാട്ടുന്നു.
കടുത്ത ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നും ഉഷ്ണതരംഗം നേരിടുന്നതിൽ നമ്മൾ എങ്ങനെ സജ്ജമാകണമെന്നും നിർദ്ദേശിക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയിട്ടുള്ള മാർഗരേഖകൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ WRI ഇന്ത്യ ഉൾപ്പെടെയുള്ള ഗവേഷണ സംഘടനകളുടെ സഹായത്തോടെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ പുതുക്കുമ്പോൾ കേരളത്തിൽ ഉയർന്നുവരുന്ന നഗരവൽക്കരണം കണക്കിലെടുത്തുകൊണ്ട് വീടുകളിലും കെട്ടിടങ്ങളിലും മറ്റ് നിർമ്മിതികളിലും ഊന്നിയുള്ള ഇടപെടലുകൾ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ കൂളിംഗ് രീതികൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂടിനെ പ്രതിരോധിക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളും പ്രവർത്തനങ്ങളും സ്വീകരിക്കേണ്ടതാണ്. വൈദ്യുത എയർ കണ്ടീഷണറുകളെ ആശ്രയിച്ചുകൊണ്ട് കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് വൈദ്യുത ഉപയോഗം വലിയ രീതിയിൽ ഉയർത്തുന്നതിന് കാരണമാകും. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏറിയ പങ്കും കൽക്കരി അധിഷ്ഠിത നിലകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിരിക്കെ ഈ വൈദ്യുത ഉപയോഗം കൂടുതൽ ഹരിതഗ്രഹവാതകങ്ങളെ അന്തരീക്ഷത്തിൽ എത്തിക്കുകയും അത് ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാവുകയും ചെയ്യും. അതിവേഗം വർദ്ധിക്കുന്ന എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വൈദ്യുത വിതരണ ശൃംഖലയെയും വലിയ രീതിയിൽ ബാധിക്കും. മാത്രവുമല്ല, ഇത് അർബൻ ഹീറ്റ് ഐലൻഡിന് കാരണമാകും. അതുകൊണ്ട് കൂടുതൽ പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതും ഊർജ്ജ കാര്യക്ഷമവുമായ കൂളിംഗ് രീതികളും ഉപകരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന പോളിസികളും പദ്ധതികളും വരേണ്ടതാണ്. ഒപ്പം കെട്ടിടങ്ങളുടെ നിർമ്മാണ സമയത്തു തന്നെ സ്വീകരിക്കാവുന്ന ചില സമീപനങ്ങൾ കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് കുറയ്ക്കാനും സുഖകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാനും സഹായകമാണ്. കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം മേൽക്കൂര വഴി കടന്നുവരുന്ന സൂര്യതാപം ആയതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നത് കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കാനും സഹായകമാകും എന്നുള്ളതാണ്. കൂൾ റൂഫിംഗ് അതിന് സ്വീകരിക്കാവുന്ന ഒരു പരിഹാര മാർഗമാണ്. കെട്ടിടങ്ങൾക്ക് മുകളിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും അതുവഴി ഉള്ളിലെ ചൂട് കുറയ്ക്കുകയുമാണ് കൂൾ റൂഫ് ചെയ്യുന്നത്. ഇങ്ങനെ മേൽക്കൂര ചൂട് കുറയ്ക്കുന്നത് വഴി സമീപ പ്രദേശത്തെ താപനിലയും കുറവ് കൊണ്ടുവന്ന് അർബൻ ഹീറ്റ് ഐലൻഡിനെ പ്രതിരോധിക്കാവുന്ന സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും എന്തൊക്കെ മാർഗങ്ങളൊക്കെ ചെയ്ത് ഈ ചൂട് കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ പൂർണ്ണമായും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.